മാത്രമല്ല നമ്മുടെ മനസ്സിനെയും ഊർജ്ജത്തെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ഇതിനെ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാം. ശുദ്ധീകരണവും ഊർജ്ജവും, പ്യൂരിഫിക്കേഷൻ ആൻഡ് എനർജി. അകത്തെ പ്രതിഫലനം. നമ്മുടെ വീട് നമ്മുടെ മനസ്സിന്റെയും ആന്തരിക ലോകത്തിന്റെയും ഒരു പ്രതിഫലനമാണ്. വീട് കുഴഞ്ഞുമറിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ആശയക്കുഴപ്പവും അസ്വസ്ഥതയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ഥലത്തെ ഊർജ്ജം. പഴയതും ഉപയോഗശൂന്യവുമായ വസ്തുക്കളും അഴുക്കും വീട്ടിൽ നെഗറ്റീവ് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ഊർജ്ജം സ്റ്റാഗ്നന്റ് എനർജി ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒഴുക്കിനെ ഫ്ലോ തടസ്സപ്പെടുത്തും. പുതിയ ഊർജ്ജത്തെ സ്വാഗതം ചെയ്യൽ. വൃത്തിയാക്കുമ്പോൾ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന ഊർജ്ജത്തെ പുറന്തള്ളുകയും പുതിയതും പോസിറ്റീവുമായ ഊർജ്ജത്തിന് പോസിറ്റീവ് എനർജി കടന്നുവരാൻ ഇടം നൽകുകയും ചെയ്യുന്നു. ശുദ്ധീകരണത്തിലെ ആത്മീയ നടപടികൾ. സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് ക്ലീനിംഗ്. 1. മാലിന്യം നീക്കം ചെയ്യൽ, ഡീക്ലട്ടറിംഗ്. വിട്ടുകളയൽ. ഉപയോഗശൂന്യമായ സാധനങ്ങൾ കളയുന്നത് നമ്മൾ പഴയ ബന്ധങ്ങളെയും ദുഷിച്ച ചിന്തകളെയും ആവശ്യമില്ലാത്ത ഭാരങ്ങളെയും മനസ്സിൽ നിന്ന് വിട്ടുകളയുന്നതിന് തുല്യമാണ്. ഉദ്ദേശ്യശുദ്ധി. ഓരോ വസ്തുവും നീക്കം ചെയ്യുമ്പോൾ ഇത് എന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഭാരമാണ്, ഞാനിതിനെ സ്നേഹത്തോടെ വിട്ടയക്കുന്നു എന്നൊരു ഉദ്ദേശ്യശുദ്ധി മനസ്സിൽ വയ്ക്കാം. 2. ശ്രദ്ധയും ബോധവും, മൈൻഡ്ഫുൾനെസ് ആൻഡ് പ്രസൻസ്. ധ്യാനം പോലെ വീട് വൃത്തിയാക്കുമ്പോൾ പൂർണ്ണമായും ആ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ തറ തുടയ്ക്കലിലും പൊടി തുടച്ചു നീക്കലിലും നിങ്ങളുടെ മനസ്സ് സന്നിഹിതമായിരിക്കണം. ഇത് ഒരുതരം ചലനാത്മക ധ്യാനം, മൂവിംഗ് മെഡിറ്റേഷൻ പോലെയാണ്. നന്ദി. വൃത്തിയാക്കുമ്പോൾ നമ്മുടെ വീടിനോടും നമുക്കുപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ തരുന്ന ഓരോ വസ്തുവിനോടും നന്ദിയുള്ളവരായിരിക്കുക. 3. കൂടുതൽ ഊർജ്ജം നൽകൽ, എനർജൈസിംഗ് ദ സ്പേസ്. പ്രകൃതിയുടെ സ്പർശം. ശുദ്ധിയാക്കിയ ശേഷം വെളിച്ചം, ശുദ്ധവായു, ചെടികൾ അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളം എന്നിവ ഉപയോഗിച്ച് വീടിന്റെ ഊർജ്ജം വർദ്ധിപ്പിക്കുക. സുഗന്ധം, സാമ്പ്രാണി, ധൂപം, കർപ്പൂരം അല്ലെങ്കിൽ മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് സ്ഥലത്തെ ശുദ്ധീകരിക്കാനും ആത്മീയമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കും. ശബ്ദം. ശാന്തമായ സംഗീതം അല്ലെങ്കിൽ മന്ത്രങ്ങൾ കേൾക്കുന്നത് വീട്ടിലെ കമ്പനം, വൈബ്രേഷൻ ഉയർത്താൻ നല്ലതാണ്. ഒരു കർമ്മയോഗം, എ ഫോം ഓഫ് കർമ്മയോഗ. ഈ വീക്ഷണത്തിൽ വീട് വൃത്തിയാക്കൽ എന്നത് സ്വയത്തിനും സെൽഫ് വീടിനും വേണ്ടി ചെയ്യുന്ന ഒരു നിസ്വാർത്ഥമായ സേവനമായി സേവാ കണക്കാക്കാം. ഇത് നമ്മുടെ കടമയായി സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അത് ഒരുതരം കർമ്മയോഗമായി മാറുന്നു. ചുരുക്കത്തിൽ, നിങ്ങളുടെ വീട് വൃത്തിയാക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ ആത്മാവിനും ജീവിതത്തിനും വേണ്ടിയുള്ള ഊർജ്ജ ശുദ്ധീകരണമാണ്.